സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 199 ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ്. തീർച്ചയായും ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ PDF എൻ്റെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാം. അങ്ങയുടെ പേരെന്താണ്? വാട്ട്സ് യുവർ നെയിം? അപ്പോൾ നമുക്ക് ഉത്തരവായിട്ട് പറയാം, എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് എന്നാണ്, അല്ലെങ്കിൽ ഐ എം ജസ്റ്റിൻ തോമസ്, മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ് എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ പറയാൻ പാടില്ലാത്തതുകൊണ്ട് മൈസെൽഫ് ജസ്റ്റിൻ തോമസ് എന്നുള്ളത് തെറ്റാണ്, അങ്ങനെ പറയരുത്. ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ്. ഐ എം ജസ്റ്റിൻ തോമസ്. വേർ ആർ യു ഫ്രം? ഓക്കെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഏതാണ്? ഐ എം ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഐ കം ഫ്രം കേരള. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഐ എം കമ്മിങ് ഫ്രം കേരള എന്ന് പറയാമോ? കമ്മിങ് ഫ്രം, ഐ എം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഐ എം കമ്മിങ് ഫ്രം കേരള എന്ന് പറയരുത്. വേർ ആർ യു ഫ്രം? ഐ എം ഫ്രം ഇന്ത്യ. ഐ കം ഫ്രം കേരള. വേർ ഡു യു ലീവ്? ഓക്കെ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഐ ലീവ് ഇൻ ദുബായ്. ഞാൻ ദുബൈയിലാണ് താമസിക്കുന്നത്. വേർ ഡു യു ലീവ്? ഐ ലീവ് ഇൻ ദുബായ്. ഹൗ ഓൾഡ് ആർ യു? എത്ര വയസ്സുണ്ട് നിനക്ക് അങ്ങേയ്ക്ക് എന്നൊക്കെയാണ്. ഐ എം 38 years old. ഐ എം 38. വെൻ ഈസ് യുവർ ബർത്ത്ഡേ? ഓക്കെ, അങ്ങയുടെ ബർത്ത്ഡേ എന്നാണ്? എൻ്റെ ബർത്ത്ഡേ 15th ജൂണിലാണ്. മൈ ബർത്ത്ഡേ ഈസ് ഓൺ 15th ജൂൺ. ഇവിടെ വർഷം പറയാറില്ല, ശ്രദ്ധിക്കുക. നമ്മൾ ആരെങ്കിലും ബർത്ത്ഡേ ചോദിച്ചാൽ ഓക്കെ 15th ജൂൺ 1982 അല്ലെങ്കിൽ 1984 എന്നൊന്നും പറയാറില്ല. അപ്പോഴും നമ്മൾ ജസ്റ്റ് ദിവസവും മാസം മാത്രം പറഞ്ഞാൽ മതി ആരെങ്കിലും ബർത്ത്ഡേ ചോദിച്ചാലും. വെൻ ഈസ് യുവർ ബർത്ത്ഡേ? മൈ ബർത്ത്ഡേ ഈസ് ഓൺ 15th ജൂൺ. വാട്ട്സ് യുവർ ഫോൺ നമ്പർ? ഓക്കെ, അങ്ങയുടെ നമ്പർ എത്രയാണ്? മൈ ഫോൺ നമ്പർ ഈസ് 8422. വാട്ട്സ് യുവർ ഫോൺ നമ്പർ? മൈ ഫോൺ നമ്പർ ഈസ് 8422. What's your email address? It's justinthomasedu@gmail.com. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഈ പറഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കാൻ, കുഡ് യു സ്പെൽ ഇറ്റ് ഫോർ മീ പ്ലീസ്? ഇതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയാമോ? നമ്മൾ കേട്ടില്ലേ A for ആപ്പിൾ എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ അതുപോലെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും അത് നമ്മൾ ചാപ്റ്റർ 211 പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് പോയി പഠിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്? It's justinthomasedu@gmail.com. Could you spell it for me, please? What do you do? What's your job? Okay, നിങ്ങൾ എന്താണ് ജോലി? I am a student. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. I work in a bank. ഞാൻ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. I am unemployed at the moment. ഇപ്പോഴെനിക്ക് ജോലിയൊന്നുമില്ല. I work as a chef. ഞാനൊരു കുക്കായിട്ടാണ്, ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത്. What do you do? What's your job? I'm a student. I work in a bank. I'm unemployed at the moment. I work as a chef. What line of work are you in? Okay, നിങ്ങളുടെ മേഖല ഏതാണ്? നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? I work in sales. I work in digital marketing. What line of work are you in? I work in sales. I work in digital marketing. What religion are you? Okay, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതാണ്? I am a Catholic Christian. What religion are you? I am a Catholic Christian. What is your marital status? Okay, നിങ്ങൾ വിവാഹിതനാണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. I am married. I am single. What's your marital status? I am married. I am single. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നർത്ഥം. ആർ യു മാരീഡ്? നിങ്ങൾ കല്യാണം കഴിച്ച ആളാണോ? യെസ്, ഐ എം മാരീഡ്. അതെ, ഞാൻ കല്യാണം കഴിച്ചതാണ്. നോ, ബട്ട് ലുക്കിംഗ് ഫോർ സമ്മൺ നൈസ്. ഓക്കെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആർ യു മാരീഡ്? യെസ്, ഐ എം മാരീഡ്. നോ, ബട്ട് ലുക്കിംഗ് ഫോർ സമ്മൺ നൈസ്. നല്ല ആരെങ്കിലും ഉണ്ടോ നോക്കുകയെന്ന് അർത്ഥം. ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട്? ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട്? നിനക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. I have a girlfriend.
ഇവിടെ ഐ എം ഹാവിങ് എ ബോയ് ഫ്രണ്ട് എന്ന് പറയാമോ? തീർച്ചയായിട്ടും ഹാവ് എന്നുള്ളതിന് ഉണ്ടെന്നുള്ളൊരു അർത്ഥമുണ്ട്, കഴിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഐ എൻ ജി ചേർക്കുന്നത് എപ്പോഴും കഴിക്കുന്നതിൻ്റെ കൂടെയാണ്. ഐ എം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഇവിടെ ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്, ഐ എം ഹാവിങ് എ ബോയ് ഫ്രണ്ട് എന്നുള്ളത് തെറ്റാണ്. ഐ എം നോട്ട് ഡേറ്റിംഗ് എനി വൺ. ഓക്കെ, ഞാൻ ആരെയും പ്രേമിച്ചുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ എനിക്ക് ആരോടും പ്രേമമില്ല, ഞാൻ സിംഗിൾ ആണ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഐ എം നോട്ട് ഡേറ്റിംഗ് എനി വൺ. ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട്? ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്, ഐ ഹാവ് എ ഗേൾ ഫ്രണ്ട്. ഐ എം നോട്ട് ഡേറ്റിംഗ് എനി വൺ. ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? ഓക്കെ, നിനക്ക് എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അങ്ങേക്ക് എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഐ ഹാവ് 2 children. ഐ ഡോണ്ട് ഹാവ് എനി ചിൽഡ്രൻ. ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? I have 2 children. I don't have any children. Do you have any siblings? നിനക്ക് സഹോദരി സഹോദരങ്ങൾ വല്ലതും ഉണ്ടോ? I don't have any siblings. എനിക്ക് സഹോദരി സഹോദരങ്ങളൊന്നുമില്ല. I have 2 brothers and 2 sisters. Do you have any siblings? I don't have any siblings. I have 2 brothers and 2 sisters. Who do you live with? നീ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? I live with my wife and daughter. എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെയാണ്, പെൺകുഞ്ഞിൻ്റെയും കൂടെയാണ് അർത്ഥം. ഐ ലീവ് വിത്ത് മൈ പേരൻസ്, എൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ഹു ഡു യു ലീവ് വിത്ത്? ഐ ലീവ് വിത്ത് മൈ വൈഫ് ആൻഡ് ഡോട്ടർ. ഐ ലീവ് വിത്ത് മൈ പേരൻസ്. വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്? ഇനി എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ സാധാരണ 6:30 എഴുന്നേൽക്കുന്നത്. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 6:30 AM. അവിടെ യൂഷ്വലി പറയേണ്ട ആവശ്യമില്ല. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6:30 AM എന്ന് പറഞ്ഞാൽ മതി. വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്? I get up at 6:30 AM. Do you do any morning exercises? എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യോ? Yes, I do. ഞാൻ ചെയ്യാറുണ്ട്. No, I don't. Do you do any morning exercises? Yes, I do. No, I don't. What time do you have breakfast? എത്ര മണിക്കാണ് സാധാരണ നീ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്? I usually have breakfast at 9:30 AM. What time do you have breakfast? I usually have breakfast at 9:30 AM. What time do you go to bed? എത്ര മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത്? I usually go to bed at 11 PM. What time do you go to bed? I go to bed at 11 PM. What's your hobby? അങ്ങയുടെ ഹോബി എന്താണ്? I like playing football. I like reading books. I like swimming. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഗിറ്റാർ. എനിക്ക് ഗിറ്റാർ വായിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. മൈ ഹോബീസ് ആർ ലിസണിങ് ടു മ്യൂസിക്, പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ് ആൻഡ് പ്ലേയിങ് ടെന്നീസ്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് പാട്ട് കേൾക്കുക, കമ്പ്യൂട്ടർ ഗെയിം കളിക്കുക, ടെന്നീസ് കളിക്കുകയൊക്കെയാണ്. വാട്ട്സ് യുവർ ഹോബി? ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. ഐ ലൈക്ക് റീഡിങ് ബുക്സ്. ഐ ലൈക്ക് സ്വിമ്മിങ്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഗിറ്റാർ. മൈ ഹോബീസ് ആർ ലിസണിങ് ടു മ്യൂസിക്, പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ് ആൻഡ് പ്ലേയിങ് ടെന്നീസ്. What's your favorite food? What's your favorite food? My favorite food is parota and beef fry. What's your favorite food? My favorite food is parota and beef fry. What's your favorite color? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ്? My favorite color is black. What's your favorite color? My favorite color is black. What's your favorite drink? എനിക്ക് കുടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പാനീയം എന്താണ്? മൈ ഫേവറേറ്റ് ഡ്രിങ്ക് ഈസ് ബ്ലാക്ക് കോഫി. എനിക്ക് ഏറ്റവും ഇഷ്ടം കടുങ്കാപ്പി കുടിക്കാനാണ്. ഇനിയിപ്പോൾ ബിയറാന്ന് എങ്ങനെ പറയും? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഡ്രിങ്ക്? മൈ ഫേവറേറ്റ് ഡ്രിങ്ക് ഈസ് ബിയർ. വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ഡു യു ലൈക്ക്? നിനക്ക് എങ്ങനെയുള്ള സിനിമകളാണ് ഇഷ്ടം? അപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടം ആക്ഷൻ മൂവീസാണ്. ഭയങ്കര സ്റ്റണ്ടും ഇടിയൊക്കെ ഉള്ളു അല്ലേ? വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ഡു യു ലൈക്ക്? ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ആക്ഷൻ മൂവീസ്. Where do you study? Okay, നീ എവിടെയാണ് പഠിക്കുന്നത്? ഐ എം എ സ്റ്റുഡൻറ്റ് അറ്റ് MBC കോളേജ് പീരിമേഡ്. MBC കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ, അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. ഐ എം എ സ്റ്റുഡൻറ്റ് അറ്റ് MG യൂണിവേഴ്സിറ്റി. Where do you study? ഐ എം എ സ്റ്റുഡൻറ്റ് അറ്റ് MBC കോളേജ് പീരിമേഡ്. ഐ എം എ സ്റ്റുഡൻറ്റ് അറ്റ് MG യൂണിവേഴ്സിറ്റി. വാട്ട് ടൈം ഡു യു ഗോ ടു വർക്ക്? ജോലിക്ക് എത്ര മണിക്കാണ് പോകുന്നത്? ഐ ഗോ ടു വർക്ക് അറ്റ് 8 AM. 8 മണിക്ക് പോകും. What time do you go to work? I go to work at 8 AM. How do you get to your office? Okay, നീ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്? I usually take the bus. How do you get to your office? I usually take the bus.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.